വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡെമോ, ഒരു അൺബോക്സിംഗ് അല്ല, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് ക്വാളിറ്റി ആയിട്ട് തോന്നി, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ചെയ്യാം എന്നുള്ളത്. സോ കുറച്ച് പ്രോഡക്റ്റ് ആണ്, ഞാനൊരു 10-12 ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ എന്താന്നുള്ളതൊക്കെ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഞാൻ 1-2 ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം കരുതിയത് അതിലെ പ്രോഡക്റ്റ് എല്ലാം ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്ന ഈ ഒരു ഫ്ലവർ ആണ്. ഇത് നിങ്ങൾ നോർമലി കണ്ടിട്ടുണ്ടാവും. ഈ ഫ്ലവർ നമ്മളിങ്ങനെ ഭിത്തിയിലൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്ലവർ തന്നെയാണ്. പക്ഷെ ഇത് ഡിസൈൻ ചെയ്യുന്നതല്ല, ഇതെനിക്ക് അറിയില്ല കേട്ടോ, ഇത് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാനിതിപ്പോ ഇവിടെ വെറുതെ ഇങ്ങനെ എൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട്, അപ്പൊ അതിൽ ഞാൻ ഇടുകയാണ് ചെയ്യുന്നത്. സോറി, ഞാൻ അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് അങ്ങോട്ട് പോയി കിടക്കണേ. ഓക്കെ, വട്ടവർ. ഓക്കെ, ഇനി പൊട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ 2 സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒട്ടിച്ചു വെക്കാവുന്നതാണ്. രസം ഉണ്ടാവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒട്ടിക്കാം, നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. സോ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാണ്ട് ഞാൻ എന്തിനാ അത് മേടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ശരിക്കും ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ആ ഒരു ഇത് കാരണം ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഒരു 8 പാത്രങ്ങളാണ് അതിൽ കാണിച്ചത്. അപ്പൊ ഞാൻ നോക്കി ആ പാത്രങ്ങളായിരിക്കും കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തപ്പോൾ ഈ പാത്രം വെക്കുന്ന സാധനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തറയിൽ നമ്മൾ ഈ പാത്രമൊക്കെ വെക്കില്ല, അപ്പൊ പാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ലേ, അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ നമ്മുടെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇവിടെ ഇറങ്ങിക്കിടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുന്നിയത് ഇളകി പോവുക, അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേഗം തയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു മെഷീനാണ്, തയ്യൽ മെഷീനാണ്. നമുക്ക് ഇതിൽ ഓൾറെഡി ഒരു കളറ് പിന്നെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നൂല് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ നമുക്കിങ്ങനെ തച്ചു കൊടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനിതൊരു തച്ചൊന്നും നോക്കിയില്ല, അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് മേടിച്ചു. എന്താന്നുള്ളത് നോക്കാമല്ലോ, നമുക്ക് എപ്പോഴും ആവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിത് ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഇത് എന്താ എന്നുള്ളത് ആലോചിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ ബ്രീത്ത് നല്ലതാവാൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. മൂക്കടപ്പല്ല, ഇങ്ങനെ ശ്വാസം ഇതാക്കുക. പിന്നെ ഈ ആൾക്കാർക്ക് കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ മൂക്കിൽ ഇങ്ങനെ വെക്കില്ലേ, ആ ഒരു സാധനം ഞാൻ മേടിച്ചു. എന്തിനാണെനിക്ക് അറിയില്ല, ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഇതിൽ കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർ പോലെയാണ്. ഫുൾ രാത്രി നൈറ്റ് ഇരുട്ട് പോലെ തോന്നും. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ ഇത് കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ മിന്നി തിളങ്ങുന്ന പോലെ, സ്റ്റാർ പോലെ, നക്ഷത്രം, അങ്ങനെ പല മോഡലുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു സാധനമാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇതിന്റെ ഫ്രണ്ട് എവിടെ? ഇതിന്റെ ഫ്രണ്ട് നമുക്ക് നോക്കണ്ട. അടുത്തെന്ന് പറഞ്ഞാൽ ഈ മൂക്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഈ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതാണ് സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നോർമലി ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഓൺ ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്, കണ്ടോ ശബ്ദമുണ്ട്. ഈ സാധനം വെച്ചിട്ട് നമുക്ക് 3 ടോൺ ഉണ്ട്. 3 ടോൺ വരുന്നുണ്ട്. 1, 2, 3 അങ്ങനെ 3 ടോൺ വരുന്നുണ്ട്. അപ്പൊ ഈ ടോൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ വരൂലെന്ന് തോന്നുന്നു, ഇത് കറക്റ്റ് അല്ല, അതുകൊണ്ട് ഇത് വരുന്നില്ല. ഇത് ഞാൻ ഇന്നലെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതും ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കെന്തോ കണ്ടപ്പോൾ അടയ്ക്കാണ്ടങ്ങ് വെച്ചിട്ട് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാൻ തോന്നി. അപ്പം ഞാൻ എടുത്തിട്ടുള്ളൊരു സാധനമാണ്. പിന്നെന്ന് പറയുന്നത് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദേ ഈ ഒരു സാധനമാണ്. ഇതെന്താ വെച്ചാൽ നമ്മളെ ഡ്രസ്സല്ല, നമ്മൾ ഈ തൂക്കണ സാധനങ്ങള്, അതുപോലെ തന്നെ നമ്മളുടെ തുടക്കണ മൂപ്പൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഇത് അകന്നു പോകുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി പറ്റും. ഒട്ടിക്കാൻ ഇവിടെ ബാക്കിൽ ഒരു ഇളക്കുന്ന സാധനം ഉണ്ട്, ഒട്ടിച്ചു വെക്കാം. ഇതിൽ 4 ഉണ്ടായിരുന്നു, 3 ഞാൻ ഓൾറെഡി ഒട്ടിച്ചു വെച്ചു. അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതുപോലെ തന്നെ ഒരു കോഡ് സെറ്റ് മോഡൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടോപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്, ടീഷർട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ വന്നപ്പോൾ ടീഷർട്ട് മാത്രമല്ല പാൻറ്റും ഉണ്ട്, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോൾ. എന്താ ചെയ്യാനാണ്, ഞാൻ ഫുൾ ഓർഡർ ചെയ്യുന്നത് ബ്ലാക്ക് ടച്ച് വരുന്നത്. എനിക്കിപ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ബ്ലാക്ക് മോഡലാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് കളർ ഇപ്പോൾ ബ്ലാക്ക് ഒന്നും അല്ല. ബട്ട് എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഒരു കളർ ഉണ്ടോ അറിയില്ല. ഇതൊരു പാൻറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, എന്തിനാണെന്നറിയില്ല. ഓക്കെ, ഇതാണ് പാൻറ് വരുന്നത്. ഈ ഒരു ഇത്രയും ലെങ്ത് ഉണ്ട്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഞാൻ എന്തായാലും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ അതിൻ്റെ കൂടെ വന്നതാണ് ഈ ഒരു ടോപ്പ്. ഇതൊരു ജിം വെയർ പോലെ ഉണ്ട്, പക്ഷേ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതാണ് സാധനം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക്. അപ്പം ഞാൻ ഇതും എടുത്തു. അപ്പം ഇതാണ് വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ഒരു സാറ്റിൻ മോഡൽ ഒരു ടീഷർട്ടാണ്, ഷർട്ടാണ്, ലേഡീസ് ഷർട്ടാണ്. ലേഡീസിന് ഇടാൻ പറ്റിയിട്ടുള്ളത് കണ്ട, ഒരു ബ്രൗൺ ഷെയ്ഡ് കളർ വരുന്ന ഒരു ഷർട്ടാണ്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അപ്പം ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതാണ് ഷർട്ട് വരുന്നത്, നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൈസ് വരുന്നത് ഇത് ശരിക്കും ഞാൻ XXL പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്കിത് അത്ര ഭയങ്കര വലുതാന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്കിത് XXL ഭയങ്കര XXL ആണെന്നുള്ളത് ഒരു ഫീലില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഷർട്ടാണ്. ഞാനിപ്പോൾ ഈ ഷർട്ട്, പാൻറ് അങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നുണ്ട് കൂടുതലും ആ ഒരു ടൈപ്പില്. അപ്പം ഇതാണ് അടുത്തതെന്ന് പറയണത്. ഒരു എന്താ പറയുക, പുലിവേഷം എന്നൊക്കെ പറയണ പോലെ ഒരു മോഡലാണ്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. അപ്പൊ ഇതും വരുന്നുണ്ട്. സോ ഇത്രയും പ്രോഡക്റ്റുകളാണ് ഞാൻ ഇന്നലെ എന്നല്ല, തെമൂന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, ചെരുപ്പ്. തെമൂന്ന് മേടിച്ച ഒരു ചപ്പലാണിത്. 41 എൻ്റെ സൈസ് വരുന്നത്. പക്ഷെ കുറച്ച് വലുതാണെന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 40 കറക്റ്റ് വരിക. സോ ഇതാണ്, കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഫ്ലാറ്റ് ഹീൽസ് വരുന്നുണ്ട്. സോ നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. സോ ഇത്രയാണ് വരുന്നത്. ഞാൻ ഓൾറെഡി തെമ്മൂന്നൊക്കെ കുറേ ചപ്പൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്, നമ്മൾ ഡെയിലി വെയർ യൂസ് ചെയ്യാനായിട്ടും കുഴപ്പമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ തെമ്മൂന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കൊടുക്കാം കേട്ടോ, കാരണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെയൊക്കെ ആ ഒരു ഭംഗി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും മാത്രം ഫോളോ ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ ആരും എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ടു പോകുന്നവരുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാണ്, നിങ്ങൾ പൈസ ഒന്നും എനിക്ക് തരണ്ട, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു, ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.